നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു അസറ്റ് ആണ് ശരിക്കും സ്വർണം. എന്തിനും ഏതിനും ഏത് സന്ദർഭത്തിലും നമുക്ക് സ്വർണം വാങ്ങാൻ പറ്റുമെങ്കിൽ നമ്മൾ വാങ്ങും. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്വർണത്തിന്റെ വിലയിടിവ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ശരിക്കും കഴിഞ്ഞ രണ്ടാഴ്ചയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില 4% കുറഞ്ഞത്. എന്നാൽ ഈ സ്വർണത്തിന്റെ വിലയിടിവില് പ്രസിഡൻഷ്യൽ ഇലക്ഷനുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ശരിക്കും റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റ് ആയ ഡൊണാൾഡ് ട്രംപ് ജയിച്ചത് ആണ് ഈ സ്വർണത്തിന്റെ വിലയിടിവിന് കാരണമെന്ന് ഞാൻ പറഞ്ഞാലോ? ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഇത് തമ്മിലുള്ള ബന്ധമെന്ന് നമുക്ക് കാണാം. ഹായ് എവരിവൺ, ഞാൻ അഭിരാമി. പുതിയൊരു പോണിടെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യയുടെ സംസ്കാരത്തിലും സമ്പദ് വ്യവസ്ഥയിലും പാരമ്പര്യത്തിലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസറ്റാണ് ശരിക്കും സ്വർണം. നമ്മുടെ ഒരു നോർമൽ ഇന്ത്യൻ വെഡിങ്, അതായത് കല്യാണം എടുത്ത് നോക്കിയാൽ അതിന്റെ 20-30%, അതായത് 20 മുതൽ 30% വരെ ചെലവ് പോകുന്നത് ശരിക്കും സ്വർണത്തിന്റെ കണക്കിലാണ്. സ്വർണം വാങ്ങുന്നത് അല്ലെങ്കിൽ ആ തരത്തിലാണ്. അതുപോലെ നമ്മളിപ്പോ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്ന, സ്വർണം ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രികളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ ടോപ്പ് 5 നമ്മുടെ ഇന്ത്യ ഉണ്ട്. ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന ഗോൾഡ് എന്ന് പറയുന്നത് ശരിക്കും ലോകത്തുള്ള ടോട്ടൽ ഇമ്പോർട്ടിന്റെ 10%. ഈ ഒരു ടോട്ടൽ ബിസിനസ് എന്ന് പറയുന്നത് ശരിക്കും $43 ബില്യൺ ബിസിനസ് ആണ് 2023. കഴിഞ്ഞ നവംബർ 5-ന് 60ാമത്തെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടന്നു. ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷനില് റിപ്പബ്ലിക്കൻ പാർട്ടി കാൻഡിഡേറ്റ് ആയ ഡൊണാൾഡ് ട്രംപ് 47ാമത്തെ പ്രസിഡന്റ് ആയിട്ട് സ്ഥാനമേറ്റു. പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോയിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. അത് നോക്കുകയാണെങ്കിൽ ശരിക്കും അദ്ദേഹം ടാക്സ് റിഫോംസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് കോർപ്പറേറ്റ് ടാക്സ് 21% നിന്ന് 15% അദ്ദേഹം കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് താരിഫിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ചൈനീസ് ഇമ്പോർട്ടഡ് ഗുഡ്സിനുള്ള താരിഫ് 60% കൂട്ടുകയും മറ്റു രാജ്യങ്ങളിലുള്ള താരിഫ് 10-15%, അതായത് 10-15% നിർത്തുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഫെഡറേഷൻ പോളിസി, അതായത് യുദ്ധങ്ങൾ നിർത്തുന്നതിനെ കുറിച്ചും ബാക്കിയുള്ളതിനെ കാര്യങ്ങളെ കുറിച്ചൊക്കെ എക്സ്പ്ലിസിറ്റ് ആയിട്ട്, അതായത് അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നുമല്ലാതെ അദ്ദേഹം ജയിച്ചത് കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് കണക്ഷൻ ഉള്ള ഒരു കാര്യമാണ് സ്വർണത്തിന്റെ വില. അപ്പോൾ എങ്ങനെയാണ് സ്വർണത്തിന്റെ വിലയും ഡൊണാൾഡ് ട്രംപിന്റെ വിജയവും തമ്മിലുള്ള കാര്യമെന്ന് നമുക്കിന്ന് കാണാം. സ്വർണത്തിന്റെ വിലയിടിവിനുള്ള പ്രധാന 2 കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡോളറും മറ്റൊന്ന് ഇൻവെസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസവുമാണ്. അതെങ്ങനെയാന്നല്ലേ എക്സ്പ്ലെയിൻ ചെയ്യാം. ശരിക്കും നമ്മൾ യൂഷ്വലി സ്വർണത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ സമൂഹം അൺസ്റ്റേബിൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ്. അപ്പൊ ഞാൻ അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ കാരണങ്ങൾ ചിലപ്പം യുദ്ധമാവാം, ഇൻഫ്ലേഷൻ ആവാം. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കാരണം നമുക്ക് അൺസർട്ടൺ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അൺസ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസറ്റാണ് ഗോൾഡ്. അതേസമയം സൊസൈറ്റി നന്നായിട്ടിരിക്കുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഹൈ റിട്ടേൺ കിട്ടുന്ന അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റിക് നേച്ചറുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റിക് നേച്ചറുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വരുമ്പോൾ അവരുടെ ഇൻവെസ്റ്റേഴ്സിന്, അതായത് യുഎസിലുള്ള ഇൻവെസ്റ്റേഴ്സിന് ആ ഒരു ഇൻവെസ്റ്റിംഗ് ഫീൽഡ്, സ്റ്റോക്ക് മാർക്കറ്റ് ആയാലും ബോൺസ് ആയാലും അതിലുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും. ഇങ്ങനെയുള്ള സ്റ്റോക്സ് അല്ലെങ്കിൽ ബോൺസിൽ റിസ്ക് കൂടുതലാണ്. പക്ഷെ എന്നാൽ ആ റിസ്ക് കൂടുന്നത് കൊണ്ട് തന്നെ റിട്ടേൺസും കൂടുതലായിരിക്കും. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് വന്നത് കാരണം ഇങ്ങനെയുള്ള ഹൈ റിസ്ക് അസറ്റ്സിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗോൾഡ് പോലുള്ള സേഫ് ഹെവൻ ആയിട്ടുള്ള അസറ്റ്സിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറയും. അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞത്, ഗോൾഡിലുള്ള ഡിമാൻഡ് കുറഞ്ഞതാണ് ഈ ഗോൾഡിന്റെ വില ഇടിയാനുള്ള പ്രധാന കാരണം. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് ഡോളറിലാണ് മെഷർ ചെയ്യുന്നത്. ഡൊണാൾഡ് ട്രംപ് ജയിച്ചത് കാരണം ആൾക്കാർക്ക് അവരുടെ സൊസൈറ്റി നല്ലതാവുന്ന ഒരു വിശ്വാസം വരികയും അതിന്റെ കാരണം ഡോളറിന്റെ മൂല്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം കൂടി വരികയാണ്. അപ്പൊ ഡോളറിന്റെ മൂല്യം കൂടി വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിന് മുന്നേ ഒരു എമൗണ്ടിൽ നമുക്ക് ഇന്ന എമൗണ്ട് ഒരു ഗോൾഡ് വാങ്ങാമെങ്കിൽ ഈ പ്രാവശ്യം ഡോളറിന്റെ മൂല്യം കൂടിയത് കാരണം ആ സെയിം എമൗണ്ട് ഗോൾഡ് ആ സെയിം എമൗണ്ട് ഓഫ് മണിയിൽ നമുക്ക് കിട്ടില്ല. ഇത് കാരണവും ഗോൾഡിന്റെ ഡിമാൻഡ് കുറയുകയും ആൾക്കാർ വാങ്ങാതാവുകയും അത് കാരണം പ്രൈസ് താനെ കുറയുകയും ചെയ്തു. ഈ സ്വർണത്തിന്റെ വിലയിടിവ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തെ, ഇന്ത്യയെ ബാധിക്കുന്നതെന്ന് നോക്കാം. ശരിക്കും ട്രേഡ് ഗ്യാപ്പ് എന്നൊരു ടേം ഉണ്ട്. അപ്പൊ ട്രേഡ് ഗ്യാപ്പ് എന്താ പറയുന്നതെന്ന് പറഞ്ഞാല്
നമ്മൾ ഒരു രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്ന എമൗണ്ടും ഇമ്പോർട്ട് ചെയ്യുന്ന എമൗണ്ടും തമ്മിലുള്ള ഗ്യാപ്പ്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഞാനിപ്പോൾ 100 രൂപയ്ക്ക് എന്തെങ്കിലും വിൽക്കുകയാണ്, അതുപോലെ തന്നെ 100 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ എന്റെ ട്രേഡ് ഗ്യാപ്പ് 0 ആണ്. പക്ഷേ ഞാൻ 100 രൂപയ്ക്ക് എന്തെങ്കിലും വിറ്റിട്ട് 120 രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ ഞാൻ അവിടെ കടത്തിലാണ്, 20 രൂപയുടെ കടത്തിലാണ്. സോ സിമിലർലി ട്രേഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഗ്യാപ്പാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്നത് ശരിക്കും സ്വർണത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പ് ഇമ്പോർട്ടർ ആണ്, ഗോൾഡ് ഇമ്പോർട്ടർ ആണ്. അപ്പോൾ സ്വർണത്തിന്റെ വില കുറയുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് കുറയുകയും നമുക്ക് ട്രേഡ് ഗ്യാപ്പ് കുറയ്ക്കാൻ സഹായമാവുകയും ചെയ്യും. വേറെ തരത്തിൽ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കല്യാണത്തിലൊക്കെ ഗോൾഡ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്വർണത്തിന്റെ വില കുറയുകയാണെങ്കിൽ നമ്മുടെ മിഡിൽ ക്ലാസ് ഫാമിലികൾക്ക് അതൊരു ആശ്വാസമാവും. എന്നാൽ അതിന്റെ മറ്റൊരു വശം നോക്കുകയാണെങ്കിൽ, സെയിം നമ്മുടെ ഫാമിലീസിൽ ഗോൾഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസറ്റ് ആണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ വേറെ ബോൺസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പൈസ കിട്ടിയാൽ ആദ്യം ചെയ്യുന്നത് പോയി ചെന്ന് ഗോൾഡ് വാങ്ങുക അല്ലെങ്കിൽ സ്വർണം വാങ്ങുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, അതൊരു അസറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇത് ചെറിയൊരു പ്രശ്നമായേക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അസറ്റ് വാല്യൂ കുറയുകയാണ്. എന്നാൽ ഈ കാണുന്ന ഒരു ട്രെൻഡ് താൽക്കാലികമാവാനാണ് ചാൻസ്. ഇതൊരു ലോങ് ടേം എഫക്റ്റ് ഇതിന് ഉണ്ടാവില്ല. പക്ഷെ എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണണം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കേരളത്തിൽ തന്നെ മിക്ക ഫാമിലീസിലും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. എന്നാൽ ഈ ഒരു സ്വർണത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കറക്റ്റ് ആണോ? കാലം മാറി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് സ്റ്റോക്സ് ഉണ്ട്, മറ്റു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്, ബോൺസ് ഉണ്ട്. എന്നാൽ നമ്മുടെ നാട്ടില് നമ്മൾ ഇതിനെക്കുറിച്ച് അവെയർ അല്ല, നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഇനിയെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ ആഡ് ചെയ്യണം. എന്താണ് ഇൻവെസ്റ്റ്മെന്റ്, എങ്ങനെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ എങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യാം. സ്വർണം മാത്രമല്ല നമ്മുടെ നാട്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ബാക്കിയും റിയൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ ബോൺസും സ്റ്റോക്സും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോ എന്താണ് ഈ ഡൊണാൾഡ് ട്രംപ് ജയിച്ചതിനെ കുറിച്ചും സ്വർണത്തിന്റെ വിലയിടിവിനെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടെന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.